എന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവേ ഞാൻ ചെയ്യാറില്ലാത്തൊരു കാര്യം ചെയ്യാൻ ഞാൻ ഇന്ന് തീരുമാനിച്ചു. ഞാൻ പള്ളിയിൽ പോകാൻ തീരുമാനിച്ചു. ഇനിയിപ്പോൾ അങ്ങേർക്ക് എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ തോന്നണേ. പോകുന്ന വഴിക്ക് തിരക്കൊന്നുമില്ലാത്ത വേറൊരു പള്ളി ഞാൻ കണ്ടു. പക്ഷെ നമുക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പള്ളിയിലേക്ക് തന്നെ പോവാം. ഇവിടുത്തെ ഓശാന ഞായറാഴ്ച ഇവർ ഓലയൊന്നല്ല കൊടുക്കുന്നത്, കുറേ പള്ളയാണ് കൊടുക്കുന്നത്. വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഞായറാഴ്ചയാണെങ്കിലും നട്ട ഉച്ചയ്ക്ക് അന്തസ്സായിട്ട് ബീർ കുടിക്കുന്ന കുറച്ച് ചേട്ടന്മാർ നമുക്കിവിടെ കാണാം. എനിവേസ്, ഇതാണ് നമ്മുടെ അലക്സാണ്ടർ നെവസ്കി പള്ളി. 1877 മരിച്ചുപോയ റഷ്യൻ സൈനികർക്ക് വേണ്ടി പണിതേക്കുന്ന പള്ളിയാണത്. എന്താണേലും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞ് പള്ളി പോകാമെന്ന്. ഈ പള്ളിയുടെ സൈഡിലായിട്ട് കുറേ ആൾക്കാർ എക്സിബിഷൻ പോലെ അവരുടെ പെയിന്റിങ്സ് ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പെയിന്റിങ്സ് ഒക്കെ നോക്കി ഞങ്ങൾ കുറച്ച് നേരം നേരെ അങ്ങ് നടന്നു. നമ്മളൊന്നും മേടിക്കില്ലെന്ന് അവർക്ക് നേരത്തെ അറിയാവുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല. ഈ റോഡിന്റെ എൻഡിലാണ് യൂറോപ്യൻ എംബസീസ് മൊത്തം ഇരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മഞ്ഞ് പെയ്തെങ്കിലും ഇന്ന് 28 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ചൂട്. എന്തെങ്കിലും തണുത്ത പാനീയം വാങ്ങിച്ച് കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു കഫേയിൽ അങ്ങ് കയറി. കാണാൻ പോഷാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി കത്തി റേറ്റ് ആയിരിക്കുമെന്ന്. എന്നാലും മേനക്കേടൊന്നും കാണിക്കാണ്ട് ഞാൻ അതങ്ങ് കുടിച്ചു കിട്ടും. വലിയ രുചിയൊന്നുമില്ലായിരുന്നു. ഇറ്റ് ഈസ് ഫ്രെഡോ കാപ്പിച്ചിനോ, ഇൻ കേസ് യു ആർ വണ്ടറിങ്. പൂർവാധികം ശക്തിയോടെ ഞങ്ങൾ തിരിച്ചു വന്ന ക്യൂവിൽ നിൽക്കാനങ്ങ് തീരുമാനിച്ചു. ക്യൂവിൽ നിൽക്കാണ്ട് അകത്ത് കയറാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കി. പക്ഷെ അതൊരു കടയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങിപ്പോന്നു. ഇനി അവിടെ പൈസ കൊടുക്കാൻ വയ്യാളിയാ. ഈസ്റ്റർ ആകാറായതുകൊണ്ട് അവിടെ ഇവിടെയായിട്ട് കുറെ മുട്ടകൾ വെച്ചേക്കുന്ന കാണാൻ കിട്ടും കേട്ടോ. ഈസ്റ്റർ എഗ്സ് കേട്ടിട്ടില്ലേ? പിന്നെ ഷോയ്ക്ക് കുറച്ച് പച്ചല മേടിച്ച് ഞാൻ എൻ്റെ തലയിൽ വെച്ച് വെറൈറ്റി അല്ലേ. പുറത്ത് കൊന്തയും കുരിശും കാൻഡിൽസും മേടിക്കുന്ന കടകൾ വെച്ചിട്ടുണ്ട്. അകത്തച്ഛന്മാർ നമ്മൾ മേടിച്ചുകൊണ്ട് വെക്കുന്ന തിരി അപ്പോൾ മാറ്റുന്നുമുണ്ട്. ടിപ്പിക്കൽ യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെയാണ് ഈ പള്ളി പണിതേക്കുന്നത്. ഡോം സ്റ്റൈലിൽ നല്ല പൊക്കമുള്ള സീലിങ്ങും അതിൽ മൊത്തം പെയിന്റിങ്സും അതുപോലെ ഷാൻഡിലിയേഴ്സും പിന്നെ കുറെ മനുഷ്യരും. എസ്തെറ്റിക്സിന്റെ കാര്യത്തിൽ തീരെ പിന്നോക്കമില്ലാത്തൊരു പള്ളിയാണെന്ന് കൂട്ടിക്കും. ഇറ്റ്സ് വെരി പ്രെറ്റി. അവരതുപോലെ തന്നെ മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട്. ഇവിടം വരെ വന്നിട്ട് മെഴുകുതിരി കത്തിക്കുന്നൊരു ഷോട്ട് ഞാൻ എടുത്തില്ലെങ്കിൽ അതൊരു ഗുമ്മില്ലല്ലോ. അതുകൊണ്ട് ഞാനും എടുത്തു കേട്ടോ. എനിവേസ്, ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് ടുഡേയ്സ് യാത്ര. പറ്റിച്ചേ ഒരു സ്റ്റാർബക്സും കൂടെ മേടിച്ച് കുടിച്ചു. മറ്റേ കോഫിയുടെ കമർപ്പ് കളയണമല്ലോ. ഏത്